إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പുണ്യത്തിൻ്റെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ജീവിതത്തിൽ, ആയുസ്സിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും അത് ഉപയോഗിക്കാനും തൗഫീക്ക് ലഭിക്കുക എന്നത്. കാരണം സ്വർഗം ആഗ്രഹിക്കുന്ന, നരകമോചനം സാധ്യമാകണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഈ റമദാൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് സ്വർഗപ്രവേശനം സാധ്യമാവുക? അത്രയും പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായും എല്ലാ വർഷവും കടന്നു വരുന്ന ഒരു മാസമെന്ന നിലയിൽ യാന്ത്രികമായി ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ആ ഇബാദത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. മഹാനായ അല്ലാമത്ത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തു സുമറിലെ 9-ാമത്തെ വചനം വിശദീകരിക്കുന്നിടത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം എന്താണെന്നറിയോ? വല്ലദീ യഅ്ബുദുല്ലാഹ അലാ ബസീറത്തിൻ. ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ ഉൾക്കാഴ്ചയോടുകൂടിയാണെങ്കിൽ യജിദ് ലി ഇബാദത്തിഹി ഹലാവതൻ വലദ്ദ. അവന് ആ ഇബാദത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ അവന് സാധിക്കുമെന്നാണ് മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അറിഞ്ഞു ചെയ്യുന്നവനും അറിയാതെ ചെയ്യുന്നവനും രണ്ടും രണ്ടാണ്. ഈ റമദാൻ ഒരിക്കലും അറിയാതെ പോകരുത്. റമദാനിൻ്റെ ഒന്നും അറിയാത്തത് കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നൊരവസ്ഥ നമുക്ക് വരരുത്. അതുകൊണ്ട് റമദാനിനെ നമ്മൾ അറിയണം, ഇബാദത്തുകളെ നമ്മൾ അറിയണം, അതിൻ്റെ പുണ്യങ്ങൾ നമ്മൾ അറിയണം, അത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം.
ഇപ്പോൾ ഇബാദത്തുകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു കാര്യം, ഇബാദത്തുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളില്ലെങ്കിൽ ആകാശഭൂമികളൊന്നും ഇവിടെ നിലനിൽക്കുകയില്ല എന്ന മട്ടിലാണ് മനുഷ്യരിന്ന് ഇബാദത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് നമ്മളൊക്കെ ഇബാദത്തുകൾ നിലനിൽക്കുന്നത് കൊണ്ടാണെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലോകത്തുള്ള സകല മനുഷ്യരും നന്മകൾ ചെയ്യുന്നവരായി ഇവിടെ ജീവിക്കുന്നു. ലോകത്തു ഒരു മനുഷ്യനും തിന്മ ചെയ്യാത്തവരായി ജീവിച്ചാലും മാ സാദ ഫീ മുൽക്കി ശൈഅ, എൻ്റെ അധികാരത്തിൽ അത് മുഖേന യാതൊരു വർധനവുണ്ടാകില്ല. അടുത്ത വാചകം എന്താ അറിയോ? ലോകത്തുള്ള സകല മനുഷ്യരും തിന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നു. അങ്ങനെ ലോകത്തുള്ള എല്ലാവരും തിന്മ ചെയ്യുന്നു എന്നതുകൊണ്ട് മാ നഖസ ഫീ മുൽക്കി ശൈഅ, എൻ്റെ അധികാരത്തിൽ അത് യാതൊരുവിധ കുറവും വരുത്തുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് നിലനിൽക്കുന്നവനല്ല അല്ലാഹു. എന്നാൽ നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഇബാദത്തുകൾ അനിവാര്യമാണ്, ഇബാദത്തുകൾ ആവശ്യമാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ഫാത്തിറിലെ 15-ാമത്തെ വചനം ഞാൻ ആദ്യം ഓതി വെച്ച ആയത്താണ്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീൻ, അവൻ ധന്യനാണ്, അവൻ സ്തുത്യർഹനാണ്. അവന് നിങ്ങളുടെ ആരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം അവൻ സ്തുത്യർഹനാണ്, അവൻ ധന്യനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്, ഓരോ സെക്കൻഡുകളിലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ, അവൻ്റെ നോട്ടമില്ലാതെ, അവൻ്റെ റഹ്മത്തില്ലാതെ, അവൻ്റെ പരിഗണനയില്ലാതെ ഒരു സെക്കൻഡ് പോലും ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രഭാതത്തിൽ റബ്ബിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ജീവിതവൃത്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയണം, ഇബാദത്തുകൾ ഒരിക്കലും അള്ളാഹുവിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് എന്ന ചിന്തയാണ് ഇബാദത്തുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഇബാദത്തുകളെ അള്ളാഹു നിശ്ചയിച്ചത്? ഇബാദത്തുകളെ നിശ്ചയിച്ചത് വളരെ ലളിതമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബാദത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ള ശുക്റാണ്. ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ശുക്റാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സകല അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. നിസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം. ഏതല്ലാഹുവിനെ? ആകാശത്തെ സംവിധാനിച്ച, സൂര്യനെ സംവിധാനിച്ച, അവിടെ ഗാലക്സികളും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ലോകത്തുള്ള 800 കോടി മനുഷ്യരെയും അവർക്ക് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും ചിന്തിക്കാനുള്ള ഹൃദയവും എല്ലാം നൽകിയത് ആരാണോ അവനെ ശുക്ർ ചെയ്യാൻ, അവനെ ഓർക്കാൻ, അതിനാണ് ഇബാദത്തുകളെ അള്ളാഹു സംവിധാനിച്ചത്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തുകളെക്കുറിച്ച് പറയുന്നിടത്ത് ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇബാദത്തുകൾ ഒരിക്കലും, ആരാധനകൾ ഒരിക്കലും മനുഷ്യരെ പീഡിപ്പിക്കാനല്ല, മനുഷ്യരെ പ്രയാസപ്പെടുത്താനല്ല, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനല്ല. ഈ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് ഇബാദത്തുകളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാനും യാതൊരുവിധ മടിയുമില്ലാതെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ആ ഇബാദത്തുകൾ നമുക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. എന്താണ് ഇബാദത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നൽ ഹസനാത്ത്, നന്മകളെന്ന് പറയുന്നത്, സുഹൃതങ്ങളെന്ന് പറയുന്നത്, ഇബാദത്തുകളെന്ന് പറയുന്നത് യുദ്ഹിബിന സയ്യിആത്ത്, നമ്മുടെ തിന്മകളെ മായ്ച്ചു കളയാനാണ്. എന്തിനാണ് നിസ്കരിക്കുന്നത്? നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടാൻ. എന്തിനാണ് നോമ്പെടുക്കുന്നത്? നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടാൻ. എന്തിനാണ് ഹജ്ജ് ചെയ്യുന്നത്? നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടാൻ. എന്തിനാണ് സ്വതക്ക കൊടുക്കുന്നത്? എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത്? എന്തിനാണ് ഇബാദത്തുകൾ ചെയ്യുന്നത്? അത് യുദ്ഹിബിന സയ്യിആത്ത്, സകല തിന്മകളെയും, ചെറിയ ചെറിയ തിന്മകളെ മായ്ച്ചു കളയാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ്
ഇബാദത്തെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നോമ്പിനെക്കുറിച്ച് പറയുന്നിടത്ത്, നിസ്കാരത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നൊരു വാചകമുണ്ട്, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, മുകഫിറാത്തും മാ ബൈനഹുന്ന, അവക്കിടയിലുള്ള പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സുബഹി നിസ്കരിച്ചിട്ട് ഈ ജുമുഅ നിസ്കാരത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്ത എല്ലാ ചെറിയ ചെറിയ പാപങ്ങളും ജുമുഅ കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരും. കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ പാപങ്ങൾ, ആ പാപത്തിൻ്റെ കറകൾ ഈ റമദാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശുദ്ധീകരിച്ചു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത് നിർവഹിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് യാന്ത്രികമായി ചെയ്യുന്നൊരു പ്രവർത്തനമായി അത് പരിണമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മാത്രമല്ല, ഇബാദത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിക്കുന്നിടത്ത് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ്, നിങ്ങൾ മുത്തഖീങ്ങളായി തീരാൻ വേണ്ടിയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ തഖ്വ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മയ്യത്തഖീ മഹാരിമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സൂക്ഷിക്കുന്നവനാരാണോ അവനാണ് മുത്തഖീ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാണ് മുത്തഖി? മുത്തഖി എന്ന് പറഞ്ഞാൽ അവൻ ഹറാമുകളെ സൂക്ഷിക്കുന്നവനാണ്. തീർന്നിട്ടില്ല, മഹാനായ തൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി തഖ്വയെ വിശദീകരിക്കുന്നത് കാണാം. തഖ്വ എന്ന് പറഞ്ഞാൽ അമലും ബിത്വാഅത്തില്ലാ, അള്ളാഹനെ അനുസരിക്കലാണ് തഖ്വ. എങ്ങനെ? അലാ നൂരിൻ മിനല്ലാഹ്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. എന്ത് ലക്ഷ്യത്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്? റജാ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അനുസരിക്കുക. അതിനാണെന്ത് പറയുക? തഖ്വ എന്ന് പറയുക. തീർന്നിട്ടില്ല, വീണ്ടും വിശദീകരിക്കുന്നു. അത്തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ തർക്കു മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ്, ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കലാണ്. എങ്ങനെ? അലാ നൂരിൻ മിനല്ലാഹ്, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കുടുംബക്കാര് കാണുമെന്ന ചിന്തയിലല്ല, നാട്ടുകാരറിയുമെന്ന ചിന്തയിലല്ല, സമൂഹം അറിഞ്ഞാൽ, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് അറിഞ്ഞാൽ, എൻ്റെ മക്കൾ അറിഞ്ഞാൽ, എൻ്റെ നാട്ടുകാരറിഞ്ഞാൽ എന്താകുമെന്ന ചിന്തയല്ല. പിന്നെ എന്താണ്? മഖാഫത അദാബില്ലാ, അള്ളാഹുവിൻ്റെ ശിക്ഷയെ, നരകത്തെ ഭയപ്പെട്ടുകൊണ്ട്. മനുഷ്യൻ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ അതിന് മനുഷ്യനെ പ്രാപ്തനാക്കുന്ന കാര്യമാണ് ഇബാദത്ത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഈ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ പറ്റണം. തഖ്വയെക്കുറിച്ച് പറയുന്നിടത്ത് തഖ്വ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 3 ഭാഗങ്ങളെ അത് സ്പർശിക്കുന്നുണ്ട്. 1 അവൻ്റെ ഹൃദയമാണ്, 2 അവൻ്റെ വാക്കാണ്, 3 അവൻ്റെ ശരീരം കൊണ്ടുള്ള പ്രവർത്തനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് നോക്കി പറഞ്ഞു, അത്തഖ്വ ഹഉന, തഖ്വ ഇവിടെയാണ്, അത്തഖ്വ ഹഉന, തഖ്വ ഇവിടെയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ, അറിയണം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹാ, അത് ശരിയായാൽ ശരീരം മുഴുവനും ശരിയായി. വഇദാ ഫസദത്, അത് മോശമായാൽ ഫസദൽ ജസദു കുല്ലുഹാ, ശരീരം മുഴുവനും മോശമായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് നന്നാക്കാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനമാണ് ഇബാദത്തുകൾ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. തഖ്വ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ശരീരത്തിൽ കാണാം, അതവൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാം, അതവൻ്റെ മുഖത്ത് കാണാം, അതവൻ്റെ വസ്ത്രത്തിൽ കാണാം, അതവൻ്റെ പെരുമാറ്റത്തിൽ കാണാം, അതവൻ്റെ ഇടപാടിൽ കാണാം, അതവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാണാം. അങ്ങനെ കാണാൻ നമ്മളിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അറിയണം, ഈ റമദാൻ തഖ്വ നേടാനും അത് നിലനിർത്താനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൈവരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. റമദാനിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരേണ്ടത്, കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കൊന്നും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് ഈ റമദാനിനെ സ്വീകരിക്കാൻ നമുക്ക് ലഭിച്ചത്. ഇത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു ആയുസ്സും ആരോഗ്യവും തന്നാൽ ഞാനിത് ഉപയോഗപ്പെടുത്തുമെന്ന സത്യമായ പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ റമദാനിനെ സ്വീകരിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കൈഫ കുൻതും തസ്തഖ്ബിലൂന റമദാൻ, നിങ്ങളെങ്ങനെയാണ് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാറുള്ളത്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മകാന അഹദുന യജ്റു അലാ ഇസ്തിഖ്ബാലിൽ ഹിലാൽ വഫീ ഖൽബിഹി ദർറത്തു ഹിക്ദിൻ അലാ അഖീഹിൽ മുസ്ലിം. അദ്ദേഹം പറയുന്ന വാചകം എന്താ അറിയോ? വിരോധത്തിൻ്റെ ഒരംശം പോലും, പകയുടെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, അസൂയയുടെ ഒരു കണിക പോലും ഞങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാസപ്പറവിയെ കാണാൻ ഞങ്ങൾ ധൈര്യപ്പെടാറുണ്ടായിരുന്നില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങോട്ട് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുഅറദു അഅമാലുൻ നാസി കുല്ല ജുമുഅത്തിൻ മറത്തൈനി. എല്ലാ ആഴ്ചകളിലും 2 ദിവസമാണ് അള്ളാഹു മനുഷ്യരുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ആഴ്ചയിൽ 2 ദിവസം. ഏതൊക്കെ ദിവസമാണത്? യൗമുൽ ഇസ്നൈൻ വയൗമുൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും. ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിനിൻ, എല്ലാ മുഅ്മിനിൻ്റെയും, എല്ലാ മുഅ്മിനീങ്ങൾക്കും, അള്ളാഹുവിൻ്റെ അടിമകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ല അബ്ദൻ, ഒരടിമക്കൊഴികെ. കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹ്ന, അവനും അവൻ്റെ സഹോദരനും ഇടയിൽ വെറുപ്പാണ്, വിദ്വേഷമാണ്, മിണ്ടുന്നില്ല, മാസങ്ങളായി, കൊല്ലങ്ങളായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവരോട് പറയപ്പെടും, ഉത്റുകൂ ഹാദൈനി അത്താ യഫീഅ, ഇവർ നന്നാകുന്നത് വരെ ഇവരുടെ അമല് ഞാൻ സ്വീകരിക്കുകയില്ല. ഇങ്ങനൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ഇങ്ങനെ നമ്മൾ റമദാനിനെ സ്വീകരിച്ചാൽ ഈ റമദാനിലെ നന്മകൾ ആകാശത്തിലേക്ക്, പടച്ചറപ്പിലേക്ക് ഉയരുകയില്ല എന്ന കൃത്യമായ ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അരുമ ശിഷ്യനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അഖലുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണെന്നറിയോ? അഅദറുഹും ലഹും, ജനങ്ങളോട് ഏറ്റവും വിട്ടുവീഴ്ച കാണിക്കുന്ന, ഉദർ കാണിക്കുന്ന, മാപ്പ് കൊടുക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പോൾ ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് കൊടുക്കാനും, വല്യ അഫു വല്ലസ്ഫഹു, നിങ്ങൾ മാപ്പ് കൊടുക്കണം, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ല നിങ്ങൾക്ക് പുറത്തുതരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ല നിങ്ങൾക്ക് പുറത്തുതരുന്നത് എന്തുകൊണ്ടാണ്? അല്ല നിങ്ങളോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയാണ്. ഈ വിട്ടുവീഴ്ച എന്തേ? നിങ്ങളുടെ സുഹൃത്തുക്കളോട്, സഹചാരികളോട്, കുടുംബക്കാരോട്, ബന്ധുക്കളോട് നിങ്ങൾക്ക് കാണിച്ചുകൂടെ? അതല്ല നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണമല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിനെ അങ്ങനെ സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പരിശുദ്ധ റമദാനിൽ കൃത്യമായൊരു പ്ലാനിങ് നമുക്കുണ്ടാകണം. പരിശുദ്ധ റമദാനിലൊരു കൃത്യമായ പ്ലാനിങ്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അതൊരു നിശ്ചിത സമയത്ത് നിർവഹിക്കാൻ, അത് നിശ്ചിത സമയത്ത് ഞാൻ പാരായണം ചെയ്യും. ഒരു ദിവസത്തിൽ 1 തവണയോ 2 തവണയോ, അല്ലെങ്കിൽ എല്ലാ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും അതിൻ്റെ മുമ്പോ നമുക്ക് സമയം കണ്ടെത്താം. അതേ പറഞ്ഞത്, ഈ ഇബാദത്തുകളെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും നോമ്പിനെ സജീവമാക്കാൻ കൃത്യമായൊരു പ്ലാനിങ് നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ദിക്റുകളുടെ വിഷയത്തിൽ നമ്മുടെ മൊബൈലിൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഒരു ദിക്റിൻ്റെ അദ്കാറിൻ്റെ ആപ്പ് നമുക്ക് കയറ്റിക്കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് ചൊല്ലാം. ഇങ്ങനെ ഒരുപാട് നന്മകൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള ഈ അവസരത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. തൗറാത്ത് നൽകപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കാത്ത, ഇഞ്ചീൽ നൽകപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കാത്ത ഏറ്റവും വലിയ സമ്മാനമാണ്. കുറഞ്ഞ അമല് മാത്രം ചെയ്താൽ ഒരുപാട് കൂലിയാണ് അള്ളാഹു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർക്കൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഒരു അമല് ചെയ്താൽ
ഒരു കൂലിയല്ല, 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലിയാണ്. നോമ്പെടുക്കൂ, ഞാനാണ് കൂലി കൊടുക്കുന്നത്, എണ്ണമില്ലാത്ത കൂലി. നോമ്പുകാരൻ ക്ഷമിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവന് ഞാൻ കൊടുക്കുന്ന കൂലി എന്താണ്? അത് കണക്കില്ലാത്ത കൂലിയാണ്. കണക്കില്ലാത്ത കൂലി അള്ളാഹു വാഗ്ദാനം ചെയ്ത ഈ മാസത്തെ നിങ്ങൾ നോക്കണം. 3 ആളുകൾ മരണപ്പെട്ടപ്പോൾ 2 ഷഹീദുകളാണ്, ഒരു സാധാരണ മരണം വരിച്ച വ്യക്തിയാണ്. ഷഹീദിനേക്കാളും സാധാരണ മരണം വരിച്ച വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടി. അതെങ്ങനെയാണ് ഷഹീദിനേക്കാളും വലിയ സ്ഥാനം കിട്ടിയത്? ഒരൊറ്റ കാരണമാണ്, അയാൾക്ക് പരിശുദ്ധ റമദാൻ, ഒരു വർഷം കൂടെ ഒരു റമദാൻ കിട്ടി. ഈ റമദാൻ ഷഹീദിനേക്കാളും വലിയ സ്ഥാനം സാധാരണ മരണം വരിച്ച വ്യക്തിക്ക് നേടിക്കൊടുക്കാൻ പറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എത്ര വലിയ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും? ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പള്ളിയിൽ വരാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് വീടുകളിൽ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, വസിയ്യത്ത് ചെയ്ത അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.